വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ ബാക്ക് യാർഡിലൊന്ന് ഇറങ്ങി നടക്കാനും അതുപോലെ തന്നെ ഇതുപോലെ ചെടികളൊക്കെ ഒന്ന് തൊട്ട് തലോടാനും നല്ല രസമാണ്. പ്രത്യേകിച്ച് നാടും വീടൊക്കെ മിസ് ചെയ്തിരിക്കുന്ന സമയത്ത്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഞങ്ങളുടെ മിൻറ്റ് ലീവ്സൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് മിൻറ്റ് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മിൻറ്റ് ലീവ്സ് പറിക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ അതിൽ നിന്ന് വീണ്ടും വീണ്ടും അത് കിളിർത്ത് വരുള്ളൂ. ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം നട്ടതാണ്. വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കരിഞ്ഞു പോകും. പക്ഷേ സമ്മർ ആകുമ്പോഴത്തേക്ക് വീണ്ടും അത് കിളിർത്ത് വരാറുണ്ട്. മല്ലിയില കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. അപ്പോൾ മിൻറ്റ് ലീവ്സ് നന്നായിട്ട് വാഷ് ചെയ്യാണ്. ഇങ്ങനെ നന്നായിട്ട് വാഷ് ചെയ്തില്ലെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോയി കിട്ടത്തില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം നമുക്ക് ചട്നിക്ക് എടുക്കാനായിട്ട്. ഇതുപോലെ അങ്ങ് ചെയ്താൽ പെട്ടെന്ന് ഇലകൾ മാത്രമായിട്ട് ഉതിർത്തെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി കഴുകി എടുക്കുന്നുണ്ട്. മല്ലിയില ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി വേണ്ടത് സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമാണ്. ഇതൊന്ന് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കുന്നേ ഉള്ളൂ. ഞാനൊരു പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് ബെസ്റ്റ് ഈ ഒരു ചട്നിക്ക്. അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് അതൊന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും സവാള വഴറ്റിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും പച്ചമുളക് ചേർക്കാം. എന്നിട്ട് തക്കാളിയും കൂടി ആഡ് ചെയ്യാം. ഇതൊന്നും ഒരുപാട് വഴണ്ട് വരേണ്ട കാര്യമില്ല. ഇനി കഴുകി വെച്ചിരിക്കുന്ന ഇലകൾ ചേർത്ത് കൊടുക്കാം. ഇലകളൊന്ന് അത്യാവശ്യം വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് റോസ്റ്റഡ് ഗ്രാം, അതായത് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനെയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ചെറിയൊരു സൈസ് പുളിയും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ദോശയാണ്. അതിനായിട്ടാണ് ബീട്രൂട്ട് പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് ദോശമാവിലേക്ക് അങ്ങനെ ഡയറക്റ്റ്ലി ആഡ് ചെയ്യുക. എന്നിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കളർ ചേഞ്ച് കണ്ടില്ലേ. ഇനി നമുക്കതിനെ ദോശയായിട്ട് ചുട്ടെടുക്കാൻ പറ്റും. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തണുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സർ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്താൽ ചട്നി റെഡിയാണ്. ഇത് വേണമെങ്കിൽ കടുക് വറുത്ത് ചേർക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ ദോശ ഒഴിക്കുകയാണ്. നമ്മളിപ്പം ഉണ്ടാക്കിയ മാവാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മാവ്. ഇതിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് നല്ലതുപോലെ മൊരിച്ച് രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കാം. കണ്ടില്ലേ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് ദോശയും മിൻറ്റ് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലൊന്ന് കൊടുത്ത് നോക്കിയാൽ മതി. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഇലകളും പച്ചക്കറികളും ഒക്കെ ആണെങ്കിൽ അതൊരു പ്രത്യേക രുചിയായിരിക്കും അല്ലേ, മനസ്സിന് സന്തോഷവും.